രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് എൽസമ്മ എന്ന പെൺകുട്ടി നിർമ്മിക്കുന്നത്. ഇടുക്കിയിലെ ഒരു മലയോര ഗ്രാമത്തിൽ തന്റെ സൗഭാഗ്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് സഹോദരിമാരടങ്ങുന്ന കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള ലാൽജോ സിനിമയുടെ തിരക്കഥ സിന്ധുരാജിൻ്റെതാണ്. എൽസമ്മയുടെ അനിയത്തിമാരും ചേർന്നുള്ള അവരുടെ ജീവിതവും, കുന്നേപ്പാപ്പൻ എന്ന് പറഞ്ഞ് വേണുചേട്ടൻ ചെയ്യുന്ന കഥാപാത്രം, ഇന്ദ്രജിത്ത് എന്ന എബി എന്ന് പറയുന്ന കഥാപാത്രം, ചാക്കോച്ചൻ ചെയ്യുന്ന പാലുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം, ഇവരെല്ലാം ചേർത്ത് രസകരമായ ഒരു കുടുംബകഥയും ഒപ്പം ഒരു പ്രണയ ചിത്രവുമാണ് എൽസമ്മ എന്ന ആൺകുട്ടി. ജീവിത പ്രതിസന്ധികളെ ധീരമായി നേരിടുമ്പോഴും പെൺകുട്ടിയായി മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എൽസമ്മയുടെ വേഷമാണ് പുതുമുഖം ആനാഗസ്റ്റിൻ ചെയ്യുന്നത്. ഇപ്പം ഇവിടുത്തെ എല്ലാവരും എന്നെ സെറ്റിൽ തന്നെ വിളിക്കണ എൽസമ്മ. അപ്പം എനിക്കെന്തോ ഇപ്പം അങ്ങനെ തന്നെ ആ ഒരു ക്യാരക്ടറായി തന്നെ എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ ഞാൻ അഭിനയിക്കുക എൽസമ്മ അങ്ങനെ തോന്നണേ ഇല്ല. ഇപ്പം ശരിക്കും അത്രയും എല്ലാവരും ഫ്രീ ആയിട്ട് എല്ലാവരും അതേ രീതിയിൽ തന്നെ എന്നെ കാണുന്നത്. എൽസമ്മ ഇവിടുത്തെ എല്ലാ ആട്ടിലെ ആൾക്കാരും എല്ലാവരും എന്നെ എൽസമ്മ എന്ന് വിളിക്കുക. എൻ്റെ ആൻ എന്നുള്ളത് കൂടി ആരും വിളിക്കുന്നില്ല. പാൽ വിൽപ്പനക്കാരനായ ഉണ്ണികൃഷ്ണ വേഷമാണിതിൽ. നായകൻ കുഞ്ചാക്കോ ബോബന് മറ്റൊരു നായകനായി ഇന്ദ്രജിത്തും എത്തുന്നു. അത് ഒരു വലിയ സവിശേഷത ഞാൻ കണ്ടത്, കാരണം എല്ലാ ഷെയ്ഡ്സും ഉള്ളൊരു ക്യാരക്ടറാണ്. അതിനകത്ത് കോമിക്കായിട്ട് ഒരുപാട് പെർഫോം ചെയ്യാനുണ്ട്, ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡുണ്ട്, എന്നാൽ അവസാനം പോസിറ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല ഷെയ്ഡ്സ് ഉള്ള ഒരു കഥാപാത്രം ഒരു സിനിമയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത് വല്ലപ്പോഴും കിട്ടുന്നൊരു ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഈ കഥാപാത്രത്തിൻ്റെ പ്രത്യേകതയും. ഇന്ദ്രജിത്തിന്റെ സുഹൃത്തായി വിലസുന്ന ജെറി എന്ന കഥാപാത്രമാണിതിൽ മണിക്കുട്ടന്. ഒരു യങ്സ്റ്ററിന് അല്ലെങ്കിൽ ഞങ്ങളെ പോലെ ചെറുപ്പക്കാരുടെ എല്ലാ മാനറിസങ്ങളുള്ളൊരു അല്ലെങ്കിൽ അതേ എല്ലാ സ്വഭാവ സവിശേഷതകളുള്ളൊരു ചെറുപ്പക്കാരനാണ് ഈ ജെറി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എൻ്റെ അഭിനയ കഴിവ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു ക്യാരക്ടർ തന്നെയായിരിക്കും ജെറി. ജഗദീഷ് ശ്രീകുമാർ, വിജയരാഘവൻ, മണിയമ്പിള്ള രാജു, ജനാർദ്ദനൻ, സുരാജ് വേഞ്ഞാർമൂർ തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. വിജയ് ഉലകനാഥാണ് എൽസമ്മ എന്ന പെൺകുട്ടിക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നത്. ഗാനങ്ങൾ റഫീഖ് അഹമ്മദും സംഗീതം രാജാമണിയും. തൊടുപുഴയിലും പരിസരങ്ങളിലുമായാണ് ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കുക. തൊടുപുഴയിൽ നിന്നും KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.